നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മോൻ പെരുവണ്ണാപുരത്തെ ക്ഷേത്രം വരെ ഒന്ന് പോകാവോ? ഒരു വർഷം മുൻപ് ചെയ്ത പൂജയുടെ അവസാന കർമ്മം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടി ചെയ്യണമെന്ന് ശാസ്ത്രികൾ പറയുകയുണ്ടായി. പൂജകൾ കൊണ്ട് ഇനി അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ നല്ലതിന് വേണ്ടിയ മോനെ. ദോഷങ്ങളൊക്കെ അകന്നു പോകണം. നിനക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ജീവിതം ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടിയല്ലേ അവിടെ പോയി പൂജകൾ തുടങ്ങി വെച്ചത്? പെരുവണ്ണാപുരത്ത് ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച എനിക്ക് അമ്മ പറഞ്ഞതൊക്കെ കിട്ടുമെങ്കിൽ പോകാൻ തയ്യാറമ്മ. ഞാൻ അമ്മ വിശ്വസിക്കുന്ന ദേവിയല്ലേ അത്? ആ ദേവിയുടെ ഉറപ്പിലല്ലേ സ്വാതി എഴുന്നേറ്റ് നടക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാം. സ്വാതിയുടെ മനസ്സൊന്നും മാറാൻ, സ്വാതി എന്റേതാവാൻ. ദൈവമുണ്ടെന്ന് നിങ്ങളൊക്കെ പറയുന്ന ഏത് കോവിലിൽ പോയി തൊഴാനും ഞാൻ തയ്യാറാ. ഞാൻ പോയേക്കാം. ഇത്രയും കാലം വരെ അമ്മയ്ക്ക് വേണ്ടി പല ദൈവങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു. ഇനി ഞാൻ എനിക്ക് വേണ്ടി പോവാ. എന്റെ മോൻ പറഞ്ഞിട്ട് പോയത് അച്ഛൻ കേട്ടില്ല. എങ്ങനെ എന്റെ മോന് സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാവുന്ന? ഈ ജന്മം മുഴുവൻ ഒരുക്കി തീരാനുള്ള ഒരു വിധിയല്ല അവന്റെ അമ്മ അവന് സമ്മാനിച്ചിരിക്കുന്നത്. അതും അവന്റെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റിന് പകരം അവന്റെ ജന്മം തന്നെ ബലി കൊടുത്തതിന് തുല്യമായില്ലേ? കർമ്മബാബു എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ അച്ഛ? മനസ്സോടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സഞ്ജുവും ശ്രീകുട്ടിയും ഒന്നിച്ച് ജീവിക്കാനാണ്. അവന്റെ സന്തോഷമാണെങ്കിൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല തന്നെ. പക്ഷേ എന്റെയും നിന്റെയും ആഗ്രഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല മോളെ. ദൈവത്തിന്റെ വിധി എന്തോ അതിനൊപ്പം ചലിക്കുന്ന പാവകളായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.